ഇന്നത്തെ കഥയുടെ പേരാണ് പാട്ടിന് കിട്ടിയ സമ്മാനം. ഇതൊരു പഞ്ചതന്ത്ര കഥയാണ്. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു അലക്കുകാരനുണ്ടായിരുന്നു. അയാൾ ഒരു കഴുതയെ വളർത്തിയിരുന്നു. രാവിലെ ആകുമ്പോൾ കഴുതയുടെ പുറത്ത് അലക്കാനുള്ള തുണികളും വെച്ച് ആ അലക്കുകാരൻ പുഴയിലേക്ക് പോകും. വൈകിട്ടാകുമ്പോൾ തുണികളെല്ലാം അലക്കി ഉണക്കി കഴുതപ്പുറത്ത് വെച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. വീട്ടിലെത്തിക്കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അയാൾ തന്റെ കഴുതയെ കെട്ടഴിച്ച് സ്വതന്ത്രമായി വിട്ടിരുന്നു. ഈ സമയം കഴുത വയലുകളിലും മറ്റു പറമ്പുകളിലും പോയി തനിക്ക് മതിയാവോളം പച്ചപ്പുല്ലോ കായ്കനികളോ കഴിക്കും. അതിനുശേഷം പുലരുന്നതിന് മുൻപ് തന്നെ തന്റെ യജമാനന്റെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കഴുത ഒരു കുറുക്കനെ പരിചയപ്പെട്ടു. പെട്ടെന്ന് തന്നെ അവർ നല്ല സുഹൃത്തുക്കളായി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ ഒരുമിച്ചായി രാത്രിയിലെ കറക്കം. ഒരു ദിവസം രാത്രി കുറുക്കൻ പറഞ്ഞു, സുഹൃത്തെ, കുറച്ച് അകലെയായി ഒരു വെള്ളരിപ്പാടം ഞാൻ കണ്ടു. ഇന്ന് രാത്രി നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ നിന്ന് നമുക്ക് മതിയാവോളം വെള്ളരി കഴിച്ചു മടങ്ങാം. കഴുത സമ്മതിച്ചു. അങ്ങനെ അവർ വെള്ളരിപ്പാടത്തിലേക്ക് പുറപ്പെട്ടു. നല്ല നിലാവുള്ള ദിവസമായിരുന്നു അത്. വെള്ളരിപ്പാടത്തെത്തി നല്ല സ്വാദിഷ്ടമായ വെള്ളരിക്കയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴുതയ്ക്കൊരു ആഗ്രഹം. അവൻ കുറുക്കനോട് പറഞ്ഞു, സുഹൃത്തെ, എനിക്ക് ഈ പൂർണ്ണ ചന്ദ്രനുള്ള തെളിഞ്ഞ ആകാശവും നിറവയറും ഈ വെള്ളരിപ്പാടവും ഒക്കെ കണ്ടിട്ട് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. ഈ സന്തോഷത്തിൽ ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. കഴുതയുടെ ആഗ്രഹം കേട്ട കുറുക്കൻ ഞെട്ടി. അവൻ പറഞ്ഞു, സുഹൃത്തെ, നിന്റെ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പാടുവാണെങ്കിൽ അത് കൃഷിക്കാരൻ കേട്ട് എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അപകടമാണ്. എന്നാൽ കഴുതയാകട്ടെ കുറുക്കൻ പറഞ്ഞത് ചെവി കൊണ്ടില്ല. അവൻ പറഞ്ഞു, ഒരു കാട്ടുമൃഗമായ നിനക്ക് സംഗീതത്തെക്കുറിച്ച് എന്തറിയാം? പാട്ട് പാടാനും അത് ആസ്വദിക്കാനും ഒരു കഴിവ് വേണം. ഇതൊന്നുമില്ലാത്ത നിന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് കേട്ട കുറുക്കൻ കഴുതയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി. ഉടൻ തന്നെ കുറുക്കൻ കഴുതയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം എനിക്ക് സമയം തരണം. ഞാൻ ഈ പാടത്തു നിന്നും പുറത്തു പോയതിനു ശേഷം നീ പാടിക്കൊള്ളൂ. ഇതും പറഞ്ഞ് കുറുക്കൻ പാടത്തു നിന്നും പുറത്തുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ പോയി ആരും കാണാതെ ഒളിച്ചിരുന്നു. ഈ സമയം കഴുത തന്റെ മുഴുവൻ ശബ്ദവും എടുത്ത് പാടാൻ തുടങ്ങി. കഴുതയുടെ പാട്ട് കേട്ടതും കുറുക്കൻ പറഞ്ഞതുപോലെ കൃഷിക്കാരൻ ഉണർന്നു. അവർ പറഞ്ഞു, ഈ പാതിരാത്രിയിൽ ആരാണ് ഇങ്ങനെ ഇത്രയും ഒച്ചയെടുത്ത് അലറുന്നത്? ഇതും പറഞ്ഞ് അവർ വെള്ളരി പാടത്തേക്ക് നോക്കി. നല്ല നിലാവെളിച്ചമുള്ളത് കൊണ്ട് പാടത്ത് നിന്നത് ആരാണെന്ന് കൃഷിക്കാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവർ കല്ലുകളും വടികളുമായി വന്ന് കഴുതയെ ആക്രമിച്ചു. ഏറുകൊണ്ടും കമ്പുകൊണ്ടുള്ള അടി കൊണ്ടും മുറിവേറ്റ കഴുത അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോയി. ഈ സമയം മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരുന്ന കുറുക്കൻ കൃഷിക്കാരവിടെ നിന്നും പോയി കഴിഞ്ഞതിന് പുറത്തു വന്ന് എന്നിട്ട് പറഞ്ഞു, നല്ല മനോഹരമായി തന്നെയാണ് കഴുത പാടിയത്. ആ പാട്ടിന് അർഹിച്ച സമ്മാനവും കിട്ടി. ഇതും പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി. ഇന്നത്തെ ഗുണപാഠം അപ്പോൾ എന്താണ്? സമയവും സന്ദർഭവും നോക്കാതെയുള്ള പ്രവൃത്തിക്ക് വിപരീത ഫലമാകും കിട്ടുക.